ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം അഥവാ ഗോട്ട്. തളപതി വിജയ് നായകനായി വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5 തിയേറ്ററിലെത്തി ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന സിനിമ. ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിലും തെലുങ്കിലും നെഗറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥലത്തും ചിത്രത്തിന്റെ തിയേറ്റർ റേറ്റ്സ് അനുസരിച്ച് ചിത്രത്തിന് വിജയിക്കാനായിട്ടില്ല. എന്നാൽ തമിഴ്നാട് ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യയിലും GCC ഓവർസീസ് രാജ്യങ്ങളിലുമെല്ലാം തന്നെ ചിത്രം മികച്ച വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. ശ്രീലങ്കയിലും മലേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ റെക്കോർഡ് നേട്ടമാണ് ഈ വിജയ് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ട് ആദ്യ 16 ദിവസം കൊണ്ട് 200 കോടി പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ വിശദമായ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഇതുവരെ ചിത്രം നേടിയെടുത്തത് 13 കോടി 10 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ 15 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരുന്നത് 199 കോടി രൂപയായിരുന്നു. 16-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച തമിഴ്നാട് കളക്ഷനായി ചിത്രം നേടിയത് 2 കോടി 40 ലക്ഷം രൂപയാണ്. ഇതോടെ ചിത്രത്തിന്റെ 16 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 201 കോടി 40 ലക്ഷം രൂപയായി മാറി. 15 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി ചിത്രം നേടിയത് 276 കോടി രൂപയാണ്. ചിത്രം 15 ദിവസം കൊണ്ട് GCC ഓവർസീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 151 കോടി 50 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ആദ്യ 15 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 427 കോടി 50 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. 16-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച തമിഴ്നാട് കളക്ഷനായി മാത്രം ചിത്രം 2 കോടി 70 ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു. നിലവിൽ 16 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 430 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 17-ാം ദിവസമായ ഇത് ശനിയാഴ്ച പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ തമിഴ്നാട്ടിൽ നിന്ന് 1 കോടി 74 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും തമിഴ്നാട് കളക്ഷനായി ഏകദേശം 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്നത്തെ കളക്ഷനോടെ ഗോട്ട് എന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 433 കോടിക്ക് മുകളിൽ എത്തിച്ചേരുന്നതുമാണ്. 400 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 200 കോടിക്കാണ്. ഈ സിനിമ തിയേറ്റർ വിജയമായി മാറുന്നതിന് വേണ്ടിയുള്ള ബ്രേക്ക് ഈവൻ പോയിന്റ് 400 കോടി രൂപയായിരുന്നു. അങ്ങനെ ഈ വിജയ് ചിത്രവും സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഓണം റിലീസ് ചിത്രങ്ങളിൽ തകർപ്പൻ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന 2 സിനിമകളാണ് ടോവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണവും ആസിഫ് അലി നായകനായ കിഷ്കിന്ദ കാണ്ഡവും. നിലവിൽ ഈ 2 സിനിമകളും കളക്ഷന്റെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് സംജാതമായിട്ടുള്ളത്. ARM ആദ്യ 8 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 28 കോടി 60 ലക്ഷമാണ് കളക്ട് ചെയ്തിരുന്നതെങ്കിൽ കിഷ്കിന്ദ കാണ്ഡം ആദ്യ 8 ദിവസം കൊണ്ട് കേരള കളക്ഷനായി നേടിയെടുത്തത് 14 കോടി 70 ലക്ഷം രൂപയായിരുന്നു. 9-ാം ദിവസമായ ഇന്നലെ സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച കിഷ്കിന്ദ കാണ്ഡം കേരള കളക്ഷനായി നേടിയെടുത്തത് 2 കോടി 60 ലക്ഷം രൂപയായിരുന്നു. അതേസമയം ടോവിനോ ചിത്രമായ ARMന് 2 കോടി 45 ലക്ഷം രൂപ മാത്രമേ ഇന്നലെ കേരളത്തിൽ നിന്ന് നേടിയെടുക്കാനായിട്ടുള്ളൂ. ആദ്യ 9 ദിവസം കൊണ്ട് ARM കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 31 കോടി 5 ലക്ഷം രൂപയാണ്. ആദ്യ 9 ദിവസം കൊണ്ട് കിഷ്കിന്ദ കാണ്ഡം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 17 കോടി 30 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അജയന്റെ രണ്ടാം മോഷണം ആദ്യ 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 58 കോടിക്ക് മുകളിലാണ്. കിഷ്കിന്ദ കാണ്ഡം ആദ്യ 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 30 കോടിക്ക് മുകളിലും നേടിയെടുത്തിരിക്കുകയാണ്. 10-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ചിത്രങ്ങളുടെ അഡ്വാൻസ് ബുക്കിംഗിലും കിഷ്കിന്ദ കാണ്ഡം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ കിഷ്കിന്ദ കാണ്ഡം 1 കോടി 15 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരുന്നതെങ്കിൽ 10-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച അഡ്വാൻസ് ബുക്കിംഗിലൂടെ ARM കളക്ട് ചെയ്തിരിക്കുന്നത് 96 ലക്ഷം രൂപയാണ്. അപ്പോൾ 17-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ അജയന്റെ രണ്ടാം മോഷണത്തെ അപേക്ഷിച്ച് കിഷ്കിന്ദ കാണ്ഡം തന്നെയായിരിക്കും മുന്നിലെത്തുക എന്ന സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ 3 സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.